മുൻപേ ഉണ്ടായിരുന്ന അനുഭവം പറഞ്ഞിരുന്നു. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം. അപ്പം ഞാൻ ആദ്യം ഗ്രൂപ്പ് തിരിഞ്ഞ് വിട്ടപ്പം എനിക്ക് കുറേ വിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമില്ല ദൈവത്തിൽ. അതായത് ഞാൻ തെറ്റായിട്ട് മറ്റുള്ളവരോട് പറയുമെന്ന് പേടിച്ച് എൻ്റെ അതായത് എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെക്കുറിച്ചും, എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന 6 പേരുണ്ടെങ്കിൽ 6 പേരെക്കുറിച്ചുള്ള വിഷൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്ന് ഭയങ്കര പേടി. അപ്പം ഒരു ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടന് ഒരു മകനുണ്ട്, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, മകനെ വൈദികനാക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വിഷൻ അനുസരിച്ച് ആ ചേട്ടന് 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട്. അപ്പോൾ ഇതെന്താ ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കണ്ട വിഷൻസ് ഒന്നും ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും എൻ്റെ വിഷൻസ് പറഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി നിന്നു. അതിനുശേഷം ഞാൻ ആ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല, അങ്ങനെയാന്ന് പറയേണ്ടി വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രെയർ നടത്തിയില്ലേ, ആ സമയത്താണ് ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം വീണ്ടും എനിക്ക് അതേ വിഷൻസാണ് കിട്ടുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് പോലെ തോന്നി, നീ അവരോട് പറ, നീ ചോദിക്ക്, അവർ പറയും, നീ ചോദിക്ക് പറ എന്ന് എന്നോട് പറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ശരിക്കും ചേട്ടന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. ചേട്ടന് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് 2 കുട്ടികൾ അബോർഷനിൽ മരിച്ചു പോയെന്ന് പറഞ്ഞു. അതെനിക്ക് ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ബോധ്യമാണ്. അതായത് എനിക്ക് ആ വിഷൻ ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു ബോധ്യം കിട്ടി. ഈശോയെ നന്ദി. അതെ, പിന്നെ ചേച്ചിയുടെ കാര്യം പറഞ്ഞത്, ചേച്ചിക്ക് നിറയെ പൈശാചിക പീഡ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് വിഷയമുണ്ടായിരുന്നു. അപ്പം അത് ചേച്ചി ശരിയാന്ന് പറഞ്ഞു. ചേച്ചിക്ക് പലപ്പോഴായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അങ്ങനെ പൈശാചിക പീഡ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചേട്ടന്, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ വന്നില്ലായിരുന്നല്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചേട്ടനൊരു വിഷനുണ്ട് എനിക്ക്, അത് ചേട്ടനോട് പറയണം എന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ചേട്ടൻ വന്നിട്ടില്ല, അതുകൊണ്ട് പറയണമെന്ന് ദൈവം പറയാൻ. കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം തോന്നി. മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ. ഓക്കെ, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സിജി, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെല്ലാം എൻ്റെ ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയത്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പിശാചും കടന്നു വരുന്നില്ല. നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത് ഈശോയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടി. പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുക എന്നത് അറിയില്ലാത്തൊരു സംഭവമായിരുന്നു. എങ്ങനെ നമ്മൾ കുറേ പ്രാർത്ഥിക്കും, ഒന്നും നടക്കില്ല. ഇപ്പോഴാണ് മനസ്സിലായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിശുദ്ധാത്മാവ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വിശുദ്ധരിൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, നമ്മളൊക്കെ പാപികളാണ്, ഒരിക്കലുമല്ല എന്നുള്ളൊരു ബോധ്യം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് ഉറപ്പായ ഒരു ബോധ്യം എനിക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടി. പോകില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇനി ആരെങ്കിലും സഹോദരിമാർ പറയാനുണ്ടോ? ഇദ്ദേഹം കൊണ്ട് വന്നിട്ടില്ലല്ലോ, ഇന്ന് വാ, എനിക്ക് ഇവിടെ വന്ന് 2 വാക്ക് പറയുമ്പോഴാണ് പേടി മാറുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ, ഞാനും ഭർത്താവും ഉണ്ട്. ഇവിടെ വന്നേ പിന്നെയാണ് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി, പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹവും ശക്തിയും ഒക്കെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടിയത് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട്. പിന്നെ
വന്നിട്ടില്ല, അത് ഊണ് കഴിക്കാൻ പോയില്ല. അദ്ദേഹത്തിന് സുഖമില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.